അല്ല സാറേ, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഭാഗത്തായിട്ട് ആന നിപ്പുണ്ടെന്ന് പറഞ്ഞ പേടിയുണ്ടോ? എനിക്കോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. സാറിന് പേടിയുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തിരിച്ചു പോവാ. എനിക്കൊട്ടും പേടിയില്ല. ആണല്ലേ? പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തിരിക്കുക ഇവിടെ ഇട്ട്. ഇതിനകത്ത് എങ്ങനെ താമസിക്കും? ഒരു ചെറിയൊരു ഷെഡ്. ഇത് വീടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ദിണ്ടിഗൽ ജില്ലയിലാണ്. ദിണ്ടിഗൽ ജില്ലയിൽ സിരിമലൈ എന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരു മലയോര യാത്രയാണ്. മലയുടെ മുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ദിണ്ടിഗലിൽ കൊടും ചൂടാണ്. ദിണ്ടിഗലിൽ നല്ല ചൂടാണ്. അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ അറിയാലോ, നല്ല ചൂടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? അവിടെ ഗ്രാമങ്ങളുണ്ട്. മാത്രമല്ല ഒരു ബയോഡൈവേഴ്സിറ്റി ഒരു പാർക്കൊക്കെ ഉണ്ട്. അത് ഈ റീസെന്റ് ആയിട്ട് പുതിയതായിട്ട് തുടങ്ങിയ, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ ചിലപ്പോൾ സാധ്യതയില്ല. നമ്മുടെ ലക്ഷ്യം ഗ്രാമങ്ങളിലൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പം സിരിമലയുടെ മുകളിൽ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്, കുറച്ച് ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്നുണ്ട്, പിന്നെ സാധാരണ സമൂഹങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിലൂടെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. മാത്രമല്ല പോകുന്ന വഴിയാണെങ്കിലും കാടിനുള്ളിലൂടെയാണ്. അപ്പം അതിൻ്റെതായ കുറച്ച് കാഴ്ചകൾ ഉണ്ടാവില്ല. വേറൊരു കാര്യമുണ്ട്, മേളിൽ പോകുമ്പോൾ ഘാട്ട് റോഡ് വഴിയല്ലേ നമ്മൾ പോകുന്നത്? ഘാട്ട് റോഡ് വഴിയാണ്. എത്ര ഹെയർ പിൻ ഉണ്ട്? സാറ് എന്നോട് സൂചിപ്പിച്ച 18 അല്ലേ? കറക്റ്റ് അല്ലേ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 18 ഹെയർ പിൻ ബെൻഡുകൾ താണ്ടിയിട്ടാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു ഘാട്ട് റോഡിലൂടെയാണ് നമ്മൾ സിരിമലയിലേക്ക് എത്തിച്ചേരുന്നത്. അതെ, അങ്ങനെ 18 ഹെയർ പിൻ ബെൻഡുകളൊക്കെ താണ്ടി നമുക്കങ്ങ് നമ്മുടെ യാത്ര തുടരാം. നമ്മൾ വന്ന വഴിയാണെങ്കിൽ പോലും ദിണ്ടിഗലിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വരുന്ന വഴിയിൽ വളരെ മനോഹരമായി റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന പുളിമരങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തമിഴ്നാടിന്റെ ഒരു കാഴ്ചയാണ്. പിന്നെ തീർച്ചയായിട്ടും പുളിമരങ്ങൾ അവിടെയുള്ള ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ പുളിമരങ്ങളൊക്കെ വെട്ടിയിട്ട് അവർ ആര്യവേപ്പ് മരങ്ങൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെയോ? കുറെ സ്ഥലങ്ങളിൽ മാറി. എന്നാലും ഇതൊരു പഴയ റോഡാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നല്ല ടാർ ചെയ്ത മനോഹരമായിട്ടാണ് നമ്മൾ വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, നല്ല ലൈൻസ് ഒക്കെ വരച്ച്. പക്ഷേ വീതി കുറഞ്ഞ വഴിയാണ്, എന്നാലും നല്ല മനോഹരമാക്കി ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന വശങ്ങളിലൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിൽ ധാരാളം പുളിമരങ്ങൾ നമ്മൾ കണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും കാടായിരിക്കും. വനത്തിലൂടെയുള്ള യാത്ര നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാം. ഒരുപാട് യാത്രികർ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. ഗ്രാമം മാത്രമല്ല, അവിടെ ഒരു ടൂറിസ്റ്റ് പോയിന്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ മുകളിലേക്ക് പോകുമ്പോഴത്തേനും അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ദിണ്ടിഗലിൽ നിന്ന് നമുക്ക് സിരിമലയിലേക്കുള്ള യാത്ര തുടരാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഈ കാണുന്ന രീതിയിൽ 50 രൂപയുടെ ഒരു റെസിപ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ 50 രൂപ കൊടുക്കുമ്പോഴത്തേനും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയും അല്ലേ? സാധാരണ അങ്ങനെയാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതി വെക്കും. എപ്പോഴാണ് തിരിച്ച് വരുന്നത്, അതൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. അവര് വെറുതെ ഒരു എൻട്രി ഫീ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയാണ് ആ റെസീറ്റ്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവര് ഈ എക്സ്പെൻസ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മള് പല മല അടിവാരങ്ങളിലും ഒക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കാണാം. ബോട്ടിൽസ് അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ ആൾക്കാർ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റി. അത് മിക്കവാറും എല്ലായിടങ്ങളിലും ഉള്ളതാണ്. നമ്മുടെ കേരളത്തിലൂടെ പോലും വളരെയേറെ ലിറ്ററേറ്റ് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ മലയാളികൾ പോലും നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കേരളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടുള്ള അല്ലേ? വെറുതെ പ്ലാസ്റ്റിക് ബോട്ടിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ വളരെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വളരെ അലക്ഷ്യമായി പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് കവറും വേസ്റ്റും. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, കുട്ടികളുടെ ഡയപ്പർ വരെ വലിച്ചെറിയും. അങ്ങനെ മലയാളികൾ അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനക്കാരെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. നമ്മൾ ഭയങ്കര 100% ലിറ്ററസി സാർ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും 50 രൂപയുടെ ഒരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. റെസിപ്റ്റ് എടുക്കാം, ഇങ്ങനെ ഇവിടെ വെച്ചേക്കാം, അല്ലെങ്കിലേ തിരിച്ചു പോകുമ്പോ അവര് ചോദിച്ചാലേ കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ വന്ന വഴിയിലെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല്. ഇനിയിപ്പോ എന്തായാലും ഇതാ അങ്ങനെ കറങ്ങി ആദ്യത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിടിച്ചിരുന്നോ പറപ്പിക്കാൻ പോകണോ? പറപ്പിക്കാൻ പോയാ മല കയറാൻ പോവാ. ഹനുമാൻ കയറിട്ടങ്ങ് കയറ്റിക്കോ. മുന്നേ സൂചിപ്പിച്ചാൽ ഇനി ഒരു 18 ഹെയർ പിൻ ബെൻഡുകൾ താണ്ടിട്ട് വേണം മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട്. മുകളിലെത്തുമ്പോഴത്തേനും
ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സാധാരണഗതിയിൽ ഈ ആൾക്കാരൊക്കെ പോകുന്നത് അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സിരുമലൈ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നാണ് അവർ പറയുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഗ്രാമങ്ങൾ തേടിയുള്ളൊരു യാത്രയാണ്. ആരെയും അങ്ങനെ പരിചയമില്ല. അപ്പോൾ ഇനി അവിടെ എത്തിയതിന് ശേഷം വേണം ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളൊന്നും ഇതിൽ പോകുന്നതേ കാണുന്നില്ല കേട്ടോ. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കൊടൈക്കനാലോ ഊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്ഥലങ്ങളാണല്ലോ കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിന്നുള്ള ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ദിണ്ടിഗൽ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു വഴിയിലൂടെ ഒക്കെ കൂടുതൽ. ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാ ഈ സിരുമലൈ എന്ന് പറഞ്ഞ സ്ഥലം കേൾക്കുന്നത്. ഓക്കെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ മണിയണ്ണനുണ്ട് മധുരയിലുള്ള, അദ്ദേഹമാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ദിണ്ടിഗൽ ഉണ്ടെങ്കിൽ ദിണ്ടിഗലിൽ നിന്ന് ഈ പറയുന്ന സിരുമലയിലേക്ക് പോകാൻ അധികം ദൂരമില്ല. ഒരു 30 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രാമമുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് അറിയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കൊള്ളാമെന്ന് തോന്നിയപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നത്തെ യാത്ര ഇന്ന് അങ്ങോട്ടേക്ക് ആകട്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആദ്യമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവൊന്നുമില്ല. പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്നൊക്കെ പോയി നമുക്ക് കാണാൻ ചെയ്യാം. പോകുന്ന വഴിയിൽ 1-2 വ്യൂ പോയിന്റ്സ് ഉണ്ട്, അതുകൂടി ഒന്ന് കാണണം. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ദിണ്ടിഗൽ പട്ടണത്തിന്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ അതൊക്കെ കണ്ടുപോകാം. പിന്നെ ഇതൊരു നല്ല സ്ഥലം കൂടിയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഹിൽ സ്റ്റേഷനാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലും അറിയാലോ, മല കയറാൻ പോകുന്നു, ട്രെക്കിങ്ങിനായിട്ട് പോകുന്നു, വാഹനം ഓടിച്ച് ഡ്രൈവിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുണ്ട്, ഓഫ് റോഡ് പോകുന്ന ആൾക്കാരുണ്ട്, ചായ കുടിക്കാൻ വേണ്ടി ചുമ്മാ വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഓരോ ആൾക്കാരും ഈ യാത്രയെ. നമ്മുടെ ജെൻസി കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്നാണ് ഒരു യാത്ര പോകുന്നത്. അതെ, ബൈക്കൊക്കെ എടുത്ത് അവരൊറ്റ പോക്കാണ്. അതാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. എന്തായാലും നമുക്ക് നമ്മളങ്ങനെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ചക്ക വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഇത് മുഴുവനായിട്ടും വിൽക്കാനാണ്. കുറച്ചൊക്കെ ആണെങ്കിൽ മേടിച്ചിട്ട് പോയായിരുന്നു. അക്ക ഇത് എന്നാ വില? പെരുസ് എന്ത് വില? മൊത്തമേ എന്ത് വില? ചിന്നത പെരുസം എന്ത് വില? 600 രൂപ. அப்படியா? இது இங்கதா? ஓ அப்படியா? ஓ சரி. இது வந்து சின்னது வந்து இது 200 ரூபா. ஓ 200 ரூபா. இது மீடியம் இது 300 ரூபா. இது 300 ரூபா. ஓ சின்ன பாக்கெட் அந்த கவர்ல கிடைக்கும் யோசிச்சுட்டு வந்தேன். கவர்ல அந்த அங்க விப்பாங்க. ஓ அப்படியா? அது கீழ இருந்து வாங்கிட்டு விப்பாங்க. ஓ செட் இருக்குல்ல, இந்த ஏரியால பண்ருட்டி மலை காய் இருக்குல்ல, அதுல இருந்து கீழ இருந்து வாங்கிட்டு அறுத்து விப்பாங்க. இது இங்கே விளையறது. அப்படியா? அது டேஸ்ட் வராது. ஓ இங்க டேஸ்ட் சரி சரி சரி. இது நல்லா இருக்கும். நீங்க வீடு எங்க? இங்க தான் மேலயா? இதா வீடு? நீங்க மட்டும் தான் இங்க? ஊருக்குள்ள வேற இருக்கு. அங்க மேலதா அதா கீழே? கீழே திண்டுக்கல் அங்க பக்கத்துல. ஓ இது ஒரு சொந்த காடு தான். சொந்த காடு தான். ஓஹோ. இப்போ என்னக்கு விவசாயம் இருக்குங்க? அவர் நட்டுறா. அவர் நட்டுறா. அங்க பையடா அங்க மாமாட்டியா. அவர மாடு கொல்ல தாங்க முடியல. எரும மாடு. ஓ வாள் நட்டா வாளையும் தின்னுடுது. எங்க? இங்க. ஓஹோ. முள்ளி கம்பி போட்டா அப்படி தாண்டுது. ஓ இது காட்டுல வருதா? காட்டுல வரும். ஓஹோ. நிறைய இருக்கு. காட்டு மாடு. ஆஹா. வேற ஏதாவது இருக்கா? சிறுத்தை இல்ல. யானை இருக்கா? யானை இல்லை. காட்டு மாடு கேளையாடு, மானு அது இருக்கு. குரங்கு இருக்கா? குரங்கு ഇല്ല പാത്തില്ല ഇരുന്ന്. അങ്ങനെ ചുരം കയറി വരുന്ന വഴിക്കാണ് നമ്മൾ ആ ചക്ക വിറ്റുകൊണ്ടിരുന്ന അക്ക അല്ലെങ്കിൽ ആ ചേച്ചിയെ നമ്മൾ കണ്ടത് കേട്ടോ. അങ്ങനെ അക്കയോട് സംസാരിച്ചു. നമ്മൾ ചെറിയ പാക്കറ്റിൽ ചക്കപ്പഴം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് വാഹനം നിർത്തി അങ്ങോട്ട് പോയത്. പക്ഷേ മുഴുവനായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് വാങ്ങിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. വില പറഞ്ഞു കേട്ടല്ലോ. ഒരു വലിയ ചക്കയ്ക്ക് 600 രൂപയാണ് അവർ പറഞ്ഞത്. മാത്രമല്ല അവർ പറയുന്നത് വലിയ ചുളയാണെന്നാണ് പറയുന്നത്. പിന്നെ ചെറുതിന് 200, 300, 400 അങ്ങനെ പലതരത്തിൽ പല സൈസിലുള്ള ചക്കകൾ നമുക്കവിടെ കാണാൻ കഴിയും. ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. എന്തായാലും പോകുന്ന വഴിയിൽ വളരെ യാദൃശ്യമായി കണ്ട ഒരു കാഴ്ചയാണ്. ഇടയ്ക്കിടയ്ക്ക് അക്ക പിള്ളേരെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിള്ളേർ റൂട്ടിലായതുകൊണ്ട് അറിയാമല്ലോ, സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അക്ക പറഞ്ഞു കുറച്ച് മുന്നിലായിട്ടാണ് അക്കയൊക്കെ താമസിക്കുന്ന വീട്. അവരുടെ അമ്മ താമസിച്ചുകൊണ്ടിരുന്ന ഇടമാണ്. ഇപ്പം അമ്മ
മരിച്ചു പോയെന്ന് പറഞ്ഞു. 5 വർഷമായി. അതുകൊണ്ട് അവരിവിടെ ഇപ്പോൾ അധികം താമസിക്കുന്നില്ല. ഇവർ താഴ്ഭാഗത്ത് ഈ ദിണ്ടുകൽ ഭാഗത്തെയാണ് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവരുടെ സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതൊക്കെ അവരുടെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാവ് കാണാം, മാവ് കാണാം, പിന്നെ അരിനെല്ലിക്കയുടെ മരമുണ്ട്, പുളിയുണ്ട്, പിന്നെ ഈ കാണുന്നത് കശുമാമ്പഴത്തിൻ്റെ മരമാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു ഇവരുടെ വസ്തുവിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവരുടെ വീട് കുറച്ച് മുന്നിലായിട്ട് നമുക്കതും കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ടൊന്ന് നടക്കാം. അങ്ങോട്ട് പോയിട്ട് അവരുടെ വീടും കൂടെ ഒന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. ഇതാണ് കേട്ടോ അവർ താമസിക്കുന്ന വീടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് എങ്ങനെ താമസിക്കും? ഒരു ചെറിയൊരു ഷെഡ്. ഇത് വീടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അക്ക പറഞ്ഞതുപോലെ തന്നെ അവർ ദിണ്ടിയിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവട ആവശ്യത്തിനായിട്ട് വരുന്നതാണ്. ആ ഒരു സമയത്ത് താൽക്കാലികമായിട്ട് വിശ്രമിക്കാനായിട്ടുള്ള ഒരു ഷെഡ് തന്നെയാണ്. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് 5 വർഷം മുന്നേ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതൊക്കെ നശിച്ച് കിടക്കുകയാണ്. ഇവർ അങ്ങനെ സ്റ്റേ ചെയ്യാറില്ല എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ തിരിച്ചു പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വന്നാൽ, നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരിവിടെ സ്റ്റേ ചെയ്യും. അതല്ലെങ്കിൽ എല്ലാ ദിവസവും താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് പറഞ്ഞത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് കണ്ടോ, ഇവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെ ആ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ അവർ വെച്ചിട്ടുണ്ട് കുടത്തിൽ. പിന്നെ കയറ് കാര്യങ്ങൾ, ഇതൊക്കെ മിക്കവാറും ചക്ക കെട്ടിയിറക്കാനോ മാങ്ങ കെട്ടിയിറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ കയർ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഉയർന്നു നിൽക്കാം. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കാനായിട്ട് സാധിക്കില്ല. ചെറിയൊരു സ്പേസാണ്. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല കേട്ടോ. വിശ്രമിക്കാൻ മാത്രം പറ്റുന്നൊരു ഷെഡ്. അങ്ങനെ അക്കയോട് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ലൊരു ചേച്ചി കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കറ്റിലുള്ള ചക്ക വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു, കഴിക്കാനാണെങ്കിൽ. ഇപ്പോൾ വലുതാണെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും നമ്മൾ യാത്രയാണല്ലോ, ഇത് വാങ്ങിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, കേടായി പോകും. അത് പഴുത്ത് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എന്തായാലും മേടിച്ചിട്ട് കാര്യമില്ല. കട്ട് ചെയ്ത് കഴിക്കാനാണെങ്കിലേ കാര്യമുള്ളൂ. 2 പേര് ഇത് മുഴുവൻ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും സാറേ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സാണ്. കണ്ടല്ലേ, നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയപ്പം കണ്ടല്ലോ കുറേ പ്ലാവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിലൊക്കെ കുറേ ചക്കയൊക്കെ കിടപ്പുണ്ട്. മൂത്തതും മൂക്കാത്തതുമായിട്ടുള്ള ചക്കകളൊക്കെ നമ്മൾ കണ്ട് അവിടെ നിന്ന്. ഇനി കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ പിൻ ബെൻഡുകളൊക്കെ താണ്ടി കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിന്റ് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരാം. അങ്ങനെ വാച്ച് ടവറിൻ്റെ അവിടെ എത്തി. ഈ ഒരു ഭാഗത്തായിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്തു. അപ്പോൾ തിരിച്ചു വരുമ്പം അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. മരത്തിൻ്റെ ചുവട്ടിലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, സുഖമായിട്ട് അവിടെ കിടന്നോളും. ഇനി അധികം ദൂരമില്ല, അങ്ങ് ജസ്റ്റ് ഒരു 10 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വാച്ച് ടവറായി. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കടകളും പിന്നെ ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ടിൻഷീറ്റും പിന്നെ ഹോളോ ബ്രിക്സൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്താണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു. ദിണ്ടിയിൽ വെച്ച് നോക്കുമ്പോഴത്തേനും വലിയൊരു ആശ്വാസമാണ്. റോഡ് സൈഡിൽ പള്ളിയൊക്കെ പണിതിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാഹനം ഇവിടെ ഇട്ടിട്ട് പോയത് ഇച്ചിരി അബദ്ധമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആളതിൻ്റെ തൊണ്ട് ബസ് വരുന്ന റൂട്ടായതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതാണ് നമ്മുടെ വാച്ച് ടവർ. തീരെ സ്പേസ് ഇല്ല. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്കും അതൊക്കെ മുകളിൽ പോയിട്ട് എന്താണ് അവിടെ നിന്നുള്ള ഒരു വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ദിണ്ടിഗലിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഭയങ്കര സൗണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങിയല്ലോ എന്നാലേ. അപ്പോൾ എന്തായാലും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു കടയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ കഴിയും. നെല്ലിക്കയുണ്ട്, ജാമ്പയ്ക്കയുണ്ട്, അവക്കാടയുണ്ട്, മാങ്ങയുണ്ട്, പൈനാപ്പിളുണ്ട്, ചെറിയ ചക്കയുണ്ട്, ചക്കപ്പഴമുണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, മാങ്ങയൊക്കെ ചെത്തി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതെന്നാ ചൊല്ലുക? മുടവാട്ട് കിഴങ്ങ്. തമിഴിൽ അപ്പടിയേ ചൊല്ലും. അപ്പടിയേ. അക്ക അതിനേക്കാളും വലിയ ടീം. നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞോളാണ് അവർ പറയുന്നത്. നമ്മുടെ നാട്ടിലിത് കണ്ടിട്ടില്ല. നല്ല ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ഈ വെൽവെറ്റ് പോലെ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആട്ടുകാല് മാതിരി. ആടിൻ്റെ കാല് മാതിരി നിങ്ങൾ വിചാരിക്കാനാണ് അവർ പറയുന്നത്.
மூட்டு வலிக்கலாம் சூப் வச்சு குடிக்கணும், ரொம்ப நல்லது, உடம்புல இருக்க அனைத்து பிரச்சனையும் போகும். அப்படியா? அப்போ എല്ലാ 48 நாள் குடிக்கணும். அது 48 നാൾ കുടിക്കണം. അപ്പം മുട്ട് കാലുവലി എല്ലാം പോയിടും. கால் வலிக்கு ரொம்ப நிறைய பேர் வந்து நல்லா இருக்கு கால் வலிக்குன்னு சொல்றாங்க. நிறைய பேர் குடிச்சிட்டு வந்து காலை கூட என்கிட்ட காட்டிட்டும் போனாங்க. நான் டெய்லி இந்த சூப்பு குடிக்கிறேன், என்னோட கால் நல்லா இருக்கு. அது சரி. ஓகே ஓகே. இது காட்டுக்குள்ள கிடைக்குதா? மலைக்குள்ள இருக்கு. மலைக்குள்ள இருக்குது. ஓகே ஓகே. இது என்ன விலை கிலோ? 150 ரூபாய் சார். 150 കിലോ. ഓക്കെ ഓക്കെ. 150 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ചോളം ഇരിപ്പുണ്ട്. ചോളം എങ്കേന്ന് വരുന്നത്? ഇത് കിളതാ? ദിണ്ടിഗൽ സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കടയിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചക്കപ്പഴം വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ വാങ്ങിക്കാം. എങ്ങനെയുണ്ട് സാറേ പൈനാപ്പിൾ? കഴിച്ചിട്ട് പൈനാപ്പിൾ പോലെ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. ഞാനത് മാറ്റി വല്ലോ ചക്കപ്പഴമാണെന്നോ എല്ലാം പറയാൻ പ്ലാൻ ചെയ്തായിരുന്നു, എല്ലാം പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലോ, മധുരമുണ്ടല്ലോ. മധുരമുണ്ട്. ഓക്കെ, ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാർ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുക. ഭാഗ്യത്തിന് നമ്മുടെ 20 രൂപ ചേഞ്ച് ചെയ്ത് നന്നായി. 500 രൂപയും പിടിച്ച് രാവിലെ സാർ ഇറങ്ങിയേക്കുക. നല്ലല്ലേ? ആ കൊള്ളാലോ, നല്ല മധുരമുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നേ. ഇപ്പം എങ്ങനെയായി വാഴക്കുളത്തുനിന്ന്? അല്ലല്ല, അടുത്തോടെല്ലാം കൃഷി കാണുമായിരിക്കും. എനിക്ക് അതിന്റെ പേര് മനസ്സിലായില്ല. അക്കയാണെങ്കിൽ അതിനേക്കാളും വലിയ ടീം. നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അതിന്റെ പേരും പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. നല്ലതല്ലേ നമ്മള്. അവര് പറഞ്ഞത് അതൊരു ആട്ടുംകാല് പോലെ ഇരിക്കുന്ന ഒരു സാധനം, കണ്ടിട്ട് ആട്ടുംകാല് പോലെ ഉണ്ട്. ശരിയാ, ആട്ടിൻകാല് പോലെ ഉണ്ട്. അവര് പറഞ്ഞത് കറക്റ്റാ. എന്തായാലും നിന്നോട് എന്താ പറഞ്ഞത്? അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് ഇവിടെ വരുന്ന ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് സൂപ്പിട്ട് കഴിച്ച് അവരുടെ കാലിന്റെ വേദനയൊക്കെ മാറിയെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞെന്നാണ് അവര് പറയുന്നത്. അതാണ് അവര് പറഞ്ഞത്. നിങ്ങളും വാങ്ങിച്ചോണ്ട് പോകാനാ പറഞ്ഞ. 150 രൂപ. അത്ഭുതമായിരുന്നു. അത്ഭുതമായിരുന്നു. അല്ല, നമുക്കറിയില്ല, ശരിയായിരിക്കും. നമ്മളതിനെ തർക്കിക്കുന്നില്ല. ഓരോരുത്തരുടെ ഇതാണല്ലോ. എന്തായാലും തീരാറായോ? 2 കൂടെ കിട്ടുമോ? ആണല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊന്നും പറയാൻ പറ്റില്ല. നല്ല തിരക്ക് അവിടെ. അതിന്റെ മുകളിലേ അവിടെ കണ്ട കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? വാച്ച് ടവറിലെ കാഴ്ച അതിമനോഹരമായ കാഴ്ചയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പം കടന്നു വന്ന വഴിയിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ദിണ്ടിഗലിൽ നമ്മൾ കണ്ടത് അല്ലേ. എന്നാൽ മുകളിലേക്ക് എത്തി ആ വാച്ച് ടവറിന്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മലയൊക്കെ വളരെ നിബിഡമായിട്ടുള്ള വനങ്ങളായിരുന്നു. അതെ അതെ അതെ. ഷോലൈ ഫോറസ്റ്റിലൊക്കെ കാണുന്ന പോലെ അത്ര ഇടതൂർന്ന മരങ്ങളൊക്കെ ഈ മലകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ മേലിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന വഴികള്, ഹെയർപിൻ ബെൻഡ്, ലാസ്റ്റ് ഹെയർപിൻ ബെൻഡ് ഒക്കെ കാണാൻ പറ്റും. അതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു. അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ അങ്ങ് കുറച്ച് വിദൂരതയില് നമ്മുടെ ഡിണ്ടിഗൽ പട്ടണത്തിന്റെ കാഴ്ചകൾ. ഒരു ഏരിയയിൽ എത്ര ദൂരത്തെ കാണാൻ പറ്റുന്നല്ലേ. അങ്ങ് വിശാലമായി കിടക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ദിണ്ടിഗലിന്റെ ഒരു വലിപ്പം, അത്രയും കെട്ടിടങ്ങൾ അങ്ങ് വ്യാപിച്ച് കിടക്കുകയാണ് അവിടെ. നല്ലൊരു കാഴ്ച തന്നെയാണ്. അതെ അതെ, രസകരമായ കാഴ്ച തന്നെയായിരുന്നു. പിന്നെ മേളിൽ വന്നപ്പോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ചൂട് കുറച്ച് കുറവുണ്ടായിരുന്നു. താഴത്തേക്കാളും ചൂട് കുറവുണ്ടായിരുന്നു. കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കുറയും. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി സിനിമയിലെ ഭാഗത്തേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഗ്രാമമൊക്കെ ഉണ്ട് മുകളിൽ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കയറ്റമൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം സ്റ്റേകളുടെ ഒരു തിരക്കാണ്. നിറയെ ഹോം സ്റ്റേകളാണ്. എത്ര ഹോം സ്റ്റേകളാണെന്നറിയോ വരുന്ന വഴിയിലൊക്കെ. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കാട് പോലത്തെ അല്ലെങ്കിൽ വനം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ കാണാം. പക്ഷേ എന്നാൽ അത് വനമല്ല, ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ തന്നെയാണ്. അതാ നമ്മളെത്തി. അണ്ണാനഗർ എത്തി. അണ്ണാനഗർ സിപ്പ് ലൈൻ ഒക്കെ കാണുന്നുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട് അല്ലേ. അഡ്വഞ്ചർ പാർക്ക് ആകുമ്പോൾ അത് അത്യാവശ്യമാണല്ലോ. അത് അത്യാവശ്യമാണ്. കോഫി ഷോപ്പ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടെ പോകാം. അതെ, നമുക്ക് അഡ്വഞ്ചറിനുള്ള ഒരു സമയമൊന്നുമില്ല. അല്ല, അതിനുള്ള പ്രായം സാർ കഴിഞ്ഞെന്നായിരിക്കും പറയാൻ വരുന്നത്. സാർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ വയസ്സിനാക്കുവാണോടെ എന്നായിരിക്കും ചോദിക്കുന്നത്. അതല്ല, നമ്മൾ ശരിക്കും വേറെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എത്തിയത്. ഗ്രാമത്തിലുള്ള ഗ്രാമക്കാഴ്ചകളും ഇവരുടെ കൃഷി രീതികൾ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ലക്ഷ്യം അല്ലേ. നീ വയസ്സെന്ന് പറഞ്ഞോണ്ടേ അത് കേക്കട്ടെ. എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നത്.
വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അതൊരു മെന്റാലിറ്റിയാണ്. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏജ് അല്ല. ഓരോരുത്തരുടെ ഒരു മെന്റാലിറ്റിയാണ്. ചില ആൾക്കാർ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പറയും, ഓ വയസ്സായി എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനി അങ്ങ് ഒഴിവാക്കിക്കൊള്ളുക. അത്ര ഉള്ളല്ലേ? അത് കൊള്ളാം. ഇതാണ് സിരുമലൈ പഴയൂർ. അവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പൊ ഇനി പുതിയ ഊരുണ്ടാവോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയി കാണാം. പുതിയ ഊരും പഴയൂരല്ലേ? പഴയൂരാകുമ്പോ ഒരു പുതിയ ഊരും ഉണ്ടാവും. അതെ അതെ അതെ. അവിടെ നിർത്തിക്കോ. ഓക്കെ, നമുക്കേ ഇവിടെ മതി 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 മതിയോ? ഓ, ഇനി എന്താ പരിപാടി? മോനെ ഒരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ഇനി ചായ കുടിക്കുക മാത്രമല്ല, എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാം. സ്നാക്സ് എന്തെങ്കിലും കിട്ടുമായിരിക്കും. സമയമായല്ലോ. അങ്ങനെയാണെങ്കിൽ പോയിട്ട് ഒരു ചായയും കുടിച്ച് സ്നാക്സും കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ടൗൺ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇവിടെ കിട്ടും. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ എനിക്ക് വശക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. ഗ്യാസ് കയറിയ ഇപ്പോൾ പ്രശ്നം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായയും കുടിച്ച് തിരിച്ചു വന്ന് നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ടൗണൊക്കെ പോയി നോക്കാം. ടൗണിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പം വണ്ടി നിർത്തട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാ, കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് പോയതാ. പക്ഷേ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു, അല്ലേ? ശരിയാണ്. നമ്മൾ ഈ പട്ടണത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോഴാണല്ലോ ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ചായ കുടിച്ചു, പിന്നെ വിശപ്പ് മാറ്റാനായിട്ട് സ്നാക്സ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ പട്ടണത്തിലെ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും പഴയതും പുതിയതുമായിട്ടുള്ള കാഴ്ചകൾ കുറെ കണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പഴം കണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ആദ്യം വാഹനം പാർക്ക് ചെയ്ത് പോയത് ആ കഫേയിലേക്കാണ്. ആ കഫേ നമ്മൾ വരുന്ന വഴി കണ്ടല്ലോ, വാഹനമായിട്ട്. അതൊരു മോഡേൺ കഫേ ആണ്. അങ്ങനെ എന്തായാലും ആ കഫേയിൽ നിന്ന് ചായയും പിന്നെ നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് നടന്നപ്പോഴത്തേനും ഒരു ചെറിയ ഒരു വഴിയോരക്കട. അതെ, വഴിയോരക്കടയിൽ ഒരു അമ്മച്ചി ഇരിക്കുന്നു. അമ്മച്ചിയാണെങ്കിൽ സാധനങ്ങളൊക്കെ ചക്ക വിൽക്കുന്നുണ്ട്, പിന്നെ അവക്കാട ഉണ്ട്, പിന്നെ പഴം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ ഒരു പഴത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിരുമലൈ ഭാഗത്തായിട്ട് കുറെ വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വാഴയാണത്. അത്യാവശ്യം നല്ല ഹൈറ്റും പിന്നെ അതോടൊപ്പം തന്നെ നല്ല ഒരു ടേസ്റ്റ് ഉള്ളൊരു പഴമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ശരിക്കും ഈ സിരുമല ഈ പ്രദേശത്തിന്റെ ഒരു തനതായിട്ടുള്ള ഒരു വാഴപ്പഴമാണ്. ഇത് പുറത്തങ്ങനെ അറിയപ്പെടുന്നത് സിരുമലൈ വാഴപ്പഴമാണ്. അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു വാഴയാണ് അത്. നമ്മൾ കാണാൻ വേണ്ടി തന്നെ ഒരു സ്ഥലത്ത് പോയി, അമ്മച്ചി പറഞ്ഞില്ല ഇന്ന സ്ഥലത്തൂടെ കയറി പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നിപ്പുണ്ട്. നിങ്ങൾ വാഴയുടെ ഒരു സവിശേഷത ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ ആ വിഷ്വൽ എടുത്തപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റും പിന്നെ അതിന്റെ ലീഫ് കണ്ടില്ലേ, ഇല ഭയങ്കര വലിയ ഇല. അപ്പൊ അത് നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണെന്ന്. പിന്നെ അത് കൺഫേം ആക്കാൻ വേണ്ടി സാർ ഒരാളോട് ചോദിക്കുകയൊക്കെ ചെയ്തു. ഒരു പ്രായമുള്ള ഒരാൾ അതിലേ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കൺഫേം ആക്കി അത് തന്നെയാണെന്ന് മനസ്സിലാക്കി. അത് കാണുമ്പോൾ അറിയാം, കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരുന്നൊരു ടൈപ്പ് വാഴയല്ലത്. അപ്പോൾ ഈ പഴം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഈ പഴത്തിന് സ്പെഷ്യൽ വിലയുമാണ്. ഒരു പഴത്തിൻ്റെ വില 15 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 പഴം വാങ്ങിച്ചപ്പോൾ 30 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടിട്ട് ഇത് നമ്മുടെ ഒരു പാളയംകോടൻ പഴം പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് വഴി നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ഇത് എന്താണ് സ്പെഷ്യലെന്ന് നമുക്കൊന്ന് നോക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ പാളയംകോടൻ പഴത്തിൻ്റെയും ഈ പടറ്റി എന്ന് പറഞ്ഞൊരു പഴമുണ്ടല്ലോ, ആ 2 പഴത്തിൻ്റെയും കൂടെ ഒരു സമ്മിശ്രമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലേ ഇങ്ങനത്തെ ഒരു പഴം, കിട്ടുമെന്ന് തോന്നുന്നില്ല. സ്പെഷ്യൽ തന്നെയാണ്. മധുരം അങ്ങനെ കാര്യമായിട്ടില്ല, ഒരു മീഡിയം. പടറ്റിപ്പഴത്തിൻ്റെ മധുരം നിനക്കറിയാമല്ലോ. അങ്ങനെ ഒരു വലിയ മധുരമുള്ള പഴമല്ല പടറ്റിപ്പഴം. അതും പാളയംകോടൻ പഴവും കൂടെ ചേർന്നിട്ടുള്ളൊരു പഴമായതുകൊണ്ട്. പിന്നെ എപ്പോഴും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ടൂറിസ്റ്റുകൾക്ക്
അവരെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാശൊക്കെ വാങ്ങിക്കുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. അതിന്റെ ഭാഗമായിട്ടും കണക്കാക്കാം. പിന്നെ ഇതൊരു സ്പെഷ്യൽ പഴമാണെന്ന് പറയുമ്പോൾ നമ്മളത് കഴിക്കാതിരിക്കുന്നത് ശരിയല്ല. സ്ഥലത്ത് ഒരു നാടിന്റെ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു ഭക്ഷണമല്ലേ. അതെ. അപ്പോൾ ഇത് നീ കഴിച്ചു പോകും. ഓക്കെ. രുചിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അതും നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മച്ചിയുടെ അവിടെ നിന്ന് കുറച്ചേരൊക്കെ സംസാരിച്ച് അമ്മച്ചി നല്ല രസകരമായ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നവർ അമ്മച്ചിന്നൊന്നും വിളിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല തോന്നുന്നു. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കച്ചവടമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വെളുത്തുള്ളി കച്ചവടമായിരുന്നു. അപ്പൊ കേരളത്തിൽ അവര് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് മലയാളമൊക്കെ അറിയാം. മലയാളമൊക്കെ അറിയാം. അപ്പൊ അവര് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ്. ഈ ഭാഗത്ത് ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവര് കേരളത്തിൽ വന്നിങ്ങനെ അലഞ്ഞ് കച്ചവടം നടത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവർ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് ഈ ഒരു ചെറിയ ഒരു വഴിയോര കച്ചവട കേന്ദ്രമുണ്ട്. പിന്നെ അവർക്ക് കോഴിക്കടയൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് തമാശക്ക് ചോദിക്കുകയായിരുന്നു, പെരിയ പണക്കാരിയാണെന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വളരെ മനോഹരമായ ഒരു ദൃശ്യം കണ്ടു. അതാണ് പഴമയുടെ ഒരു മനോഹരമായ ദൃശ്യം കണ്ടു. അത് പറഞ്ഞു. അത് ശരിയാണ്. നമ്മൾ അങ്ങനെ ആ പഴമൊക്കെ കഴിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്മച്ചി ചായ എടുക്കുന്നു. അമ്മച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ അമ്മച്ചി എന്താ ഒരു പ്രത്യേകത നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കാരണം അമ്മച്ചിയുടെ കാതില് ഒരു ഇത് കിടപ്പുണ്ട്, ഒരു എന്താ പറയാ അതിന്, കമ്മല്. ശരിക്കും അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള തമിഴ് സ്ത്രീകളുടെ ഒരു ആടയാഭരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്മലാണത്. അത് അവര് ഇടുന്നതെന്ന് പറഞ്ഞാല് ഈ കാത് അവർ കുത്തിയിട്ടത് കാത് വലുതാക്കും, ആ ഹോള്. നിങ്ങൾക്ക് ഈ ഒരു വിഷ്വലിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. പഴയകാല തമിഴ് സ്ത്രീകൾക്കാണ് അങ്ങനെ ഒരു ആഭരണം ഉള്ളത്. ഇക്കാലത്ത് പുതിയ തലമുറയിൽപ്പെട്ട ആരും അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അതൊരു പക്ഷെ പുതിയ തലമുറയ്ക്ക് ഒരു കൗതുകകരമായ കാഴ്ചയായിരിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ തമിഴ് സ്ത്രീകൾ ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൂടെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല രീതിയിലുള്ള വ്യത്യസ്തമായ പല ഡിസൈനിൽ കാണും. പക്ഷെ ഇതിന് നല്ല ഭാരം. അതാ ഞാൻ പറഞ്ഞത്. ഈ ഭാരം ഉള്ളത് കൊണ്ടാണ് ഈ കാതിന്റെ ഹോൾ ഇത്രയും വലുതാകുകയും അത് തൂങ്ങിപ്പോവുകയും ചെയ്തു. നമ്മളോട് സംസാരിച്ച ആ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നല്ലോ കടയിൽ വെച്ചിട്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി ഈ കാത് വലുതാക്കുന്നതിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു. എനിക്ക് പിന്നെ തമിഴ് അറിഞ്ഞുകൂടാത്തോണ്ട് അവര് എന്തോ കാര്യം തിരികെ കയറ്റിയിട്ടാണ് ആ കാത് വലുതാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞെന്നാണ് എന്റെ ഒരു ഊഹം. എനിക്ക് മനസ്സിലായ തമിഴ് വെച്ചിട്ട്. പുറമേ അവര് ഗോൾഡ് പ്ലേറ്റ് ചെയ്യും, ഉള്ളാലെ വേറെ ലോഹങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ശരി ശരിയാ. അതൊരു കൗതുകരമായ കാഴ്ച തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ചായം കൂടെ അവിടെ പോയി കുടിക്കേണ്ടി വന്നു. നമ്മൾ വെറുതെ എടുത്തിട്ടെ അതൊരു മോശമാവില്ല. അവർക്കൊരു കച്ചവടം കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. എങ്കിലും അവർ നമ്മളോട് സംസാരിക്കെങ്കിലും ചെയ്യുള്ളൂ. അങ്ങനെ എന്തായാലും അവരെ പ്രീതിപ്പെടുത്താനും പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ചായ അവിടെ പോയി കുടിക്കേണ്ടി വന്നു. അത് കുഴപ്പമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ഗ്രാമത്തിലെ അമ്മച്ചി 30 വർഷമായിട്ട് അവിടെ ചായക്കട നടത്തുക. ഇപ്പൊ ഈ ഒരു കാര്യം കൂടെ ചോദിച്ചു. അമ്മച്ചിയുടെ പേര് ഭാഗ്യമാണെന്നും അമ്മച്ചിക്ക് 68 വയസ്സുണ്ടെന്നും ഒക്കെ ഞാൻ ചോദിച്ചു. ശരി, അതിനിടയ്ക്ക് അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അമ്മച്ചി നല്ല രീതിയിൽ ചായ എടുത്തു കേട്ടോ. അത് വലിയൊരു സന്തോഷം തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക്. സാധാരണഗതിയിൽ ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഈ മലയോര മേഖലയിലൊക്കെ ചായപ്പൊടിക്ക് ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ടേസ്റ്റിലും വ്യത്യാസം വരും. പക്ഷെ അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് ചായ എടുത്തു തന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ 30 വർഷമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെതായ ഒരു കൈപ്പുണ്യവും എക്സ്പീരിയൻസും അമ്മച്ചിക്കുണ്ട്. അങ്ങനെ കുറച്ച് സംസാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ പിന്നെയും അതിലൂടെയൊക്കെ നടന്ന് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ബാർബർ ഷോപ്പൊക്കെ കണ്ടു. ഒരു പഴമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബാർബർ ഷോപ്പ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ടൊക്കെ നടന്നിട്ടാണ് ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് നമ്മൾ നടന്നു. ഒരു ചെറിയ വഴിയിലൂടെ, കോൺക്രീറ്റ് വഴിയിലൂടെ. ആ പോകുന്ന വഴിയിലാണ് നമ്മൾ മറ്റേ ഇത് വാഴ കണ്ടതും പിന്നെ ആ പോണി സാധനം കയറ്റിക്കൊണ്ട് ഒരാളിങ്ങനെ കയറ്റിക്കൊണ്ടിരുന്ന കണ്ടില്ലായിരുന്നു. അതിന്റെ പുറത്ത് വെച്ചിട്ട് അദ്ദേഹം അതിന്റെ മുകളിൽ ഇരുന്ന്. എന്തുമാത്രം ഭാരമാണ്. അത് മാത്രമല്ല അങ്ങേരും അതിന്റെ പുറത്ത് കയറി. പറഞ്ഞേ അദ്ദേഹവും കയറി സാധനവും തൂക്കിയിട്ട് അതിനിങ്ങനെ വരുന്നുണ്ട് പാവം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വലിയൊരു ഭാരിച്ച ജോലി എടുപ്പിക്കുന്ന പോലെയാ. പക്ഷെ വേറൊരു മാർഗ്ഗം ഇവർക്കില്ല. സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒന്നെങ്കിൽ തലച്ചുമടായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ വരുന്ന വഴി തന്നെ ഇതുപോലത്തെ ഒരുപാട് മൃഗങ്ങളെ അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഓരോ വീടിന്റെ മുന്നിലൊക്കെ ഇതിനെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ പോണികളെ കാണാൻ പറ്റും. അതെ, കവർ കഴുത അല്ലേ?
മലയാളത്തിൽ നമ്മൾ പൊതുവെ കോവർ കഴുതാന്നാ വിളിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഈ ഗ്രാമത്തിലെ പഴയ വീടുകൾ, പഴയ കാലത്ത് നിർമ്മിതമായിട്ടുള്ള മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകൾ, നമ്മൾ പോയ ഭാഗങ്ങളൊക്കെ കുറച്ച് ദാരിദ്ര്യാവസ്ഥയിലുള്ള ഭാഗങ്ങളാണ്. അതെ അതെ അതെ, ശരി. അവിടെയൊക്കെ ഈ പഴയ വീടുകളാണ് കേട്ടോ, ഈ മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച കുറച്ച് വീടുകളും പിന്നെ അങ്ങനത്തെ വീടുകളൊക്കെ. ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ ഈ റോഡിൻ്റെ സമീപത്തൊക്കെ വീടുകൾ വെച്ചിരിക്കുന്ന ആൾക്കാർ അത്യാവശ്യം ധനാഢ്യന്മാരായിരിക്കണം. പക്ഷെ ഉള്ളിലേക്ക് പോകും തോറും കുറേശ്ശെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ സാറ് പറഞ്ഞ കുറച്ച് ദാരിദ്ര്യാവസ്ഥയിലുള്ള വീടുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ടൗണിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് തെന്മല എന്നൊരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൊല്ലം തെന്മല. എന്നാൽ ആ ഒരു സ്ഥലമല്ല. ആക്ച്വലി ഇതിനോട് ചേർന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാറിയിട്ടാണ് തെന്മല എന്ന് പറഞ്ഞ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അതല്ല ഏറ്റവും അവസാനത്തെ ഗ്രാമം. പിന്നെ അങ്ങോട്ടൊക്കെ കുറച്ച് മലയോര മേഖലകളിലേക്ക്, അതായത് മലയുടെ ഭാഗങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ട്രൈബൽസ് ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് നമുക്ക് ചിലപ്പം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ ഇതിന്റെ അവസാന ഗ്രാമം എന്നറിയപ്പെടുന്ന തെന്മലയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര ദിണ്ടിഗൽ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേനും ചെറിയൊരു തണുപ്പായില്ലേ സാറേ? ഈ മരങ്ങളുടെ ഒരു ഇതും കൂടെ, ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. അതെ അതെ അതെ. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ, കാപ്പി ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളകും ഉണ്ട്. ഒരു തോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കാപ്പിയും കുരുമുളകൂടെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു കാട് പോലെ അല്ലെങ്കിൽ ഒരു വനം പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഈ കാണുന്ന എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഒക്കെ ഉടമസ്ഥരുണ്ട്, ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് അല്ല. വന്നത് നമ്മൾ കാട്ടിലൂടെയാണ്. കാട്ടിലൂടെ വന്ന് നാട്ടിലേക്ക് കയറി ഇവിടെ മുഴുവൻ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഗ്രാമവാസികൾ താമസിക്കുകയാണ്. നല്ല കുരുമുളക് ചെടി കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ള ചെടി. അതെ അതെ, ഈ മലയോര മേഖലയായതുകൊണ്ട് അത്യാവശ്യം നല്ല കുരുമുളകും കാപ്പി ആയിരിക്കും ഇവിടെ കിട്ടുക. സാധാരണ നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കുരുമുളക് ചെടികൾക്ക് ഈ ദ്രുതവാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ഇവിടുത്തെ ആ ചെടി കണ്ടിട്ട് എല്ലാം വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഓക്കെ. ഇത് വലതുവശത്ത് കാപ്പിത്തോട്ടമൊക്കെയാണ്. നമ്മൾ പോകുന്ന അപ്പുറം ഇപ്പുറം ഒക്കെ കാപ്പിത്തോട്ടം കാണാം. അതെ അതെ അതെ, ഫുള്ളും കാപ്പിത്തോട്ടം, കാപ്പിയും കുരുമുളകും. ഇവിടുത്തെ പ്രധാന കൃഷി അത് തന്നെയാണല്ലോ. പിന്നെ നമ്മൾ കണ്ട വാഴ. ഇങ്ങോട്ട് വന്നപ്പോൾ വാഴ കാണാനില്ല. വഴി എന്നെ കടാതെ ആകർഷിച്ചിരിക്കുകയാണ്. നല്ല റബ്ബറൈസ്ഡ് വഴി. അങ്ങനെ നല്ല വഴി എന്ന് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടപ്പോഴത്തേനും മോശം വഴി എത്തിയല്ലോ സാറേ. അതാണ് ഞാനും ആലോചിച്ചത്. എന്നെ കടാതെ ആകർഷിച്ചിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടേ പെട്ടെന്ന് നീ വലിയ സാഹിത്യ ഭാഷയിലൊക്കെ അങ്ങ് പറഞ്ഞു. അതാണ്, ഒന്നും പറയണ്ട. ഇതിപ്പം പക്ക ഗ്രാമമായല്ലേ? ചെറിയ കടകളും. ഇത് പൂടൂർ ഗ്രാമം. സിരുമലൈ പൂടൂർ. ബസ് സർവീസ് ഉണ്ട് ഈ വഴിയിലൂടെ. കുട്ടി ബസ്സുകളാണ് ഇവിടുത്തെ. തമിഴ്നാട് സർക്കാരിൻ്റെ കുട്ടി ബസ്സുകൾ ഈ വഴി ഇടയ്ക്ക് പോകുന്ന കാണാം. ഉണ്ട് ചെറിയ വീടൊക്കെ നോക്കിയേ, ടിൻ ഷീറ്റ് ഉപയോഗിച്ച റൈറ്റ് സൈഡിൽ. അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. വഴി മോശം തന്നെയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, ഗ്രാമത്തിലേക്കുള്ള വഴി അല്പം മോശമാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഹഠാത് ആകർഷിച്ചു എന്നുള്ള വാക്ക് പിൻവലിക്കാം. അതേ മാർഗമുള്ളല്ലോ. ഇവിടെയൊക്കെ വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. വെള്ളപ്പൂണ്ടൊക്കെ ഉണ്ട്. വെളുത്തുള്ളി ഈ കടയില് വെള്ളപ്പൂണ്ട് കണ്ട തൂക്കിയിട്ടുണ്ട്. അത് ഇവിടെ കൃഷി ചെയ്യുന്നില്ലെന്നല്ലേ നമ്മുടെ അക്ക പറഞ്ഞത് നേരത്തെ. കപ്പിക്കുരു കുരുമുളക് ഒക്കെ ആയിട്ട് പോവുകയാണ്. കൈയൊക്കെ നോക്കണം അവരുടെ. ഇഷ്ടം പോലെ വരുന്നുണ്ട്. നിക്കട്ടെ. ലോഡും വണ്ടി. ഇനി അത് പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓ ഡമ്മോ. പോട്ടെ. ഓക്കെ, സെറ്റ്. ഇവിടെ ഒക്കെ വീടുകൾ അങ്ങനെ നോക്കിയാൽ ലൈനായിട്ട് വീടുകൾ ഇങ്ങനെ ഇരിക്കും. അല്ലേ? ജിപ്സി ആയിട്ട് വരേണ്ടതായിരുന്നു. അത് മതിയായിരുന്നു. ഇപ്രാവശ്യം സാറിന് വണ്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതാ. സംഭവങ്ങൾ എന്തായാലും കാറൊക്കെ വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഒക്കെ കണ്ടോ? പുതിയ സ്വിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്, ഡിസയർ. വീടുകൾ കണ്ടോ സാറേ? അടിക്കടിക്ക് ഒരു ഭാഗത്ത്. അതെ,
ആൾക്കാരൊക്കെ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. പൊതുവെ നമ്മുടെ തമിഴ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയാൽ ഒരു വീടിന്റെ മുന്നേ ഇരുന്നാണ് പാത്രം കഴുകുന്നത് അല്ലേ? പാത്രം കഴുകുന്നത്, തുണി കഴുകുന്നത് എല്ലാം. അങ്ങനെ ഗ്രാമം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗ്രാമം കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് യാത്ര തുടരുകയാണ്. എങ്ങനെ പോകും? ഏതായിരിക്കും വഴി? തെന്മല റൂട്ട്, തെന്മലൈ സ്ട്രൈറ്റ്. അങ്ങനെ അത് ചോദിച്ചു നന്നായി. ഇവിടെ പിന്നെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാനുള്ള മാർഗമില്ല. നമ്മൾ അല്ലെങ്കിൽ നെറ്റ് ഉള്ളിടത്തുനിന്ന് ഇട്ടിട്ട് പറഞ്ഞായിരുന്നു. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. അതെ, കോറ് കഴുതാ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടും. അല്ല സാറേ, ഓ, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഭാഗത്തായിട്ട് ആന നിപ്പുണ്ടെന്ന് പറഞ്ഞേ. പേടിയുണ്ടോ? എനിക്കോ? ആ, ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. സാറിന് പേടിയുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തിരിച്ചു പോവാ. എനിക്കൊട്ടും പേടിയില്ല. ആണല്ലേ? പേടിയുണ്ടെങ്കിൽ ഇപ്പൊ തിരിക്കുക ഇവിടെ ഇട്ട്. പേടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് പോവാ. ആന വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ആണല്ലോ ആനയെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത്. അത് എനിക്കൊട്ടും പേടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പേടിയില്ലാത്തോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആന ആന എന്ന് പറയുന്നത്. അതെ അതെ, സാറിന് ഒരു ധൈര്യം ഞാൻ തരികയാണ്. തന്നില്ലെന്ന് പറയല്ലോ. വളരെ ചെറിയ വഴിയായി, കാട്ടിലൂടെയുള്ള വഴി ആയതുകൊണ്ടേ വളരെ ചെറിയ വഴിയാ. ഏതാണ് വഴി? നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നോക്കിട്ട് ഇതാണോ ചോദിച്ചാൽ? ഇത് തന്നെ തലമന ഇതാ. അങ്ങനെ ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകൾ കണ്ടു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. മാത്രമല്ല ഇവിടെ ഗ്രാമത്തിൽ ഉത്സവം നടക്കുകയാണ്. നല്ല ശബ്ദത്തിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തപ്പോഴത്തേനും അവർ ശബ്ദമൊക്കെ നിർത്തി. നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ ഇതിനിടയ്ക്ക് എടുത്തു. കാരണം അവിടെ ആ ശബ്ദമുള്ളതുകൊണ്ട്, ആ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. മഴ ശക്തമാകുന്നതിന് മുന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാറിൽ പോയി തിരിച്ചു കയറാം. കുറച്ച് ദൂരം നടക്കാറുണ്ട്. കാരണം ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി കുറച്ച് ദൂരം നടന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാറിലെത്തിയതിന് ശേഷം പറഞ്ഞുതരാം. അങ്ങനെ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് തിരിച്ച് കാറിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഗ്രാമത്തിലൂടെ നടന്ന് കാഴ്ചകൾ നിങ്ങളെ ലൈവായിട്ട് കാണിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടക്കില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ തിരുവിള ഉത്സവം നടക്കുകയാണ്. അവിടെ ഒരു കോവിലില് ഉത്സവം നടക്കുകയാണ്. അത് കാരണം അവര് കർണ കഠോര ശബ്ദത്തില് അങ്ങനെ തന്നെ വേണം പറയാൻ. ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു വാക്ക് പോലും നമുക്ക് ഉച്ചരിക്കാനാവില്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഒരു തമിഴ് ഭയങ്കരമായിട്ട് ഉച്ച വയ്ക്കും അല്ലേ? നമ്മളിപ്പോ എനിക്ക് തോന്നുന്ന വലിയൊരു ഹാളിൽ പോയിട്ട് ഗാനമേളൊക്കെ കേൾക്കൂലേ? ചെവി അടിച്ചു പോയി. അതെ, DJക്കൊക്കെ പാട്ട് കേൾക്കുന്നത് അവിടെ ഒന്നും ഒരു അക്ഷരം പറയാൻ പറ്റില്ല. പിന്നെ എന്തായാലും കുറച്ചുകൂടിയൊക്കെ നമ്മൾ നടന്നു ഗ്രാമത്തിലേക്ക്. അങ്ങനെയാണ് മഴയും പെയ്തത്. പിന്നെ അവിടെ ഒരു വീട്ടിൽ കയറി നിന്നു. അങ്ങനെ മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേനും നമ്മൾ നടന്ന് പിന്നെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്. എന്തായാലും ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ ഗ്രാമത്തിന്റെ പേര് തെന്മല എന്നാണ്, അല്ലെങ്കിൽ തെന്മലൈ എന്നാണ്. നമ്മൾ കണ്ട സിരിമലൈ ആ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത് കുരുമുളകും കാപ്പിയും അതൊക്കെ തന്നെയാണ്. പിന്നെ കൂടാതെ റിസോർട്ടുകൾ കുറച്ചുണ്ട്. റിസോർട്ടുകൾ കുറെ കാണാൻ കഴിഞ്ഞു, ഹോം സ്റ്റേകൾ കാണാൻ കഴിഞ്ഞു. അതൊക്കെ വരുന്ന വഴിയിലാണ്, ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഗ്രാമത്തിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു ചത്തുരത്തിലേക്കാണ് നമ്മൾ നടന്നെത്തിച്ചേർന്നത് അല്ലേ? അവിടെ ഒരു എന്താ പറയാ, ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ അവരങ്ങ് ഡാൻസ് കളിക്കണം, മതി മറന്ന് കളിക്കുകയാണ്. ഡെപ്പാങ്കൂത്ത്. തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ ഡെപ്പാങ്കൂത്ത് അല്ലാത്ത ഒരു പരിപാടിയില്ല. ആ ലേഡിയൊക്കെ കണ്ടോ, എന്തും ആക്റ്റീവായിട്ടാണ് അല്ലേ ഡാൻസ് കളിക്കുന്നത്. പാട്ടിടാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ, കോപ്പിറൈറ്റ് അടിക്കും. നല്ല അടിപൊളി തമിഴ് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു. സൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഡാൻസ് കളിച്ച, ഒരു പച്ച സാരി കൊടുത്ത്. എന്റെ പൊന്നെ മതി, അവരെ ഞാൻ സമ്മതിച്ചോട്ടോ. അമ്മാതിരി ഡെപ്പാങ്കുത്ത്. നമ്മൾ ഈ തമിഴ് പാട്ടുകളിലൊക്കെ അവസാനം വന്നിട്ട് ഇങ്ങോട്ട്
ഭയങ്കര എനർജി ആയിട്ട് കളിക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു വളരെ എനർജറ്റിക് ആയിട്ട് ആ ഒരു ലേഡി നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. പിന്നെ ആ പാട്ടിന് ഇത്ര എനർജി വേണമല്ലോ. പിന്നെ ഈ ഡപ്പാങ്കുത്ത് പാട്ടിന് എനർജി ഇല്ലാതെ ചെയ്താലും ശരിയാ, വളരെ സിങ്ക് ആവത്തില്ല, രണ്ടും സിങ്ക് ആവത്തില്ല. എന്തായാലും അതൊക്കെ രസകരമായ കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ആ ഒരു ചതുരത്തിന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിന് ചുറ്റും തന്നെയാണ് കുറെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പഴയ വീടുകളും പുതിയ വീടുകളും നമുക്ക് കാണാം. എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് പഴമയുള്ള വീടുകളാണ്. പ്രത്യേകിച്ച് ഈ കല്ലുകൊണ്ട് പണിത വീടുകളും പിന്നെ പഴയ കുമ്മായം കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ മഡ് കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെ നമുക്ക് ദാരിദ്ര്യമുള്ളവരുടെ വീടുകളും കാണും. കുറെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നു പോയപ്പോൾ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് നമ്മൾ നടന്നുപോയി. അവിടെ പോയിട്ട് ഒരു ചെറിയ എന്താ പറയുക, ഒരു ക്ലസ്റ്റർ, കുറച്ച് ആൾക്കാർ കൂടി താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെ ദാരിദ്ര്യം വരുന്നു. കാരണം ചാണകം മെഴുകിയ ടാർപോളിൻ ഷീറ്റാണ് അവർ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആ എൻട്രൻസ് മെയിൻ വാതിലുകളൊക്കെ ഈ തകര ഷീറ്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. തകര ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വാതിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വെള്ളത്തിനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, മലയോര മേഖലയാണെങ്കിലും. പക്ഷെ അവരെ കഴുകുന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടു. അവർ കുറച്ച് പ്ലാസ്റ്റിക് കന്നാസുകളിലൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സർക്കാർ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കുടിവെള്ളം. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ കണ്ടിരുന്നു, ഒരു ഭാഗത്ത് പൊങ്ങി, അതും ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ആയിരിക്കും കുടിവെള്ളം കിട്ടുന്നത്. ഏതെങ്കിലും സമയത്തൊക്കെ ആയിരിക്കും വെള്ളം വരിക. അവിടെ നിന്നായിരിക്കും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഒരാളോടൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല, കാരണം ആ ഒരു സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. ഒന്ന് സംസാരിച്ച്, സാധാരണ ഇതിൽ നമ്മളൊരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് ഇവിടുത്തെ വിശദമായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ അവിടെ നിന്ന് പോവുകയുള്ളൂ. പിന്നെ ഈ മഴയും കൂടെ പെയ്തോടുകൂടി ആകെ നമ്മൾ പെട്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ഉത്സവ അന്തരീക്ഷമായിരുന്നു ഗ്രാമത്തിൽ, അല്ലേ? എല്ലാവരും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ ഉത്സവ സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചത്രത്തിനോട് ചേർന്ന് ഒരു ചെറിയ കോവില്, അവിടെ അവരെന്തൊക്കെ പൂജയൊക്കെ കഴിക്കുന്ന കണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരിടത്ത് അവർ അന്നദാനം നടത്തുന്ന കണ്ട്. വലിയ വലിയ പാത്രങ്ങളിൽ സാമ്പാറും ചോറും ഒക്കെ അവർ വെച്ച് വരുന്നവർ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും, ഗ്രാമവാസികളെല്ലാവരും ഒത്തു കൂടുന്ന ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ. വലിയ പാട്ട്, ഡാൻസ്, എല്ലാവരും പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ചത്തുരത്തിനടുത്ത് വരികയും പിന്നെ അതുകൂടാതെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നു. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, സ്ത്രീകൾക്ക് ഒരുങ്ങാൻ വേണ്ട പൊട്ട്, കൺമഷി, പിന്നെ ഒരു സൈഡിൽ പൂക്കൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നമ്മൾ ചെന്നുപെട്ടത്. പക്ഷെ നമുക്ക് ഈ ഗ്രാമത്തിലെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം നേരത്തെ ബിബിൻ പറഞ്ഞ ആ കർണകഠോരമായിട്ടുള്ള ഉച്ചഭാഷണിയുടെ ശബ്ദങ്ങൾ തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം. പക്ഷേ ഒരു രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു തമിഴ് ടിപ്പിക്കൽ ഗ്രാമത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ഗ്രാമവാസികൾ ആഘോഷിക്കുന്നത്. ഏതെങ്കിലും അതിന്റെ പേന് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല. എന്തായാലും തെന്മലയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അവർക്കും ബൈ. യെസ്, ബൈ.